കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്ക്, കൈക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ BFO ഉണ്ണികൃഷ്ണനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സെക്ഷൻ അരുവിയോട് ഭാഗത്തെ ചെന്നായിപ്പാറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഫീൽഡ് വിസിറ്റിനിടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ ഉണ്ണികൃഷ്ണന് നേരെ കാട്ടുപോത്ത് പാഞ്ഞത്. തുടർന്ന് കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ണികൃഷ്ണൻ താഴെ വീഴുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വിവരമറിയിച്ചത് അനുസരിച്ച് ഇവിടെ നിന്നും ആംബുലൻസ് അപകട സ്ഥലത്തെത്തി ഉണ്ണികൃഷ്ണനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലത്തെ കൈയുടെ ദശയിലേക്ക് കാട്ടുപോത്തിന്റെ കൊമ്പ് കുത്തി ഇറങ്ങിയതുകൊണ്ട് തന്നെ ദശയുടെ ഒരു ഭാഗം കീറി മുറിയുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ പരിക്കേറ്റതിനാൽ തന്നെ കൈക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടിവുകളോ പൊട്ടലോ ഉണ്ടോ എന്ന വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ണികൃഷ്ണനെ വനം വകുപ്പ് തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.